സാത്താനെ ഭയപ്പെട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറയുകയും ചെയ്യും. മന്ത്രവാദം കൂടോത്രത്തെ ഭയപ്പെട്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറയുകയും ചെയ്യും. ഞാൻ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കേട്ടിട്ട് ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? അതെ. കത്തോലിക്കല്ലേ? അതെ. എന്നിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ അവരോട് പറയും, ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സംഖ്യ 22 23 വായിച്ചിട്ട് വരും. പിന്നെ ബാക്കി എന്തെങ്കിലും സംശയം കിടപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം. സംഖ്യ 22 23 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ാമത്തെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേലിന് കാട്ടുപോത്തിൻ്റെ ശക്തിയാണ്. അവരെ പിരാകിയാലോ അവർക്കെതിരെ കൂടോത്രം നടത്തിയാലോ ഏൽക്കില്ല. കാരണം കാട്ടുപോത്തിൻ്റെ ശക്തി. 23-ാമത്തെ വചനം, സംഖ്യ 23-23. ഇസ്രായേലിന് മന്ത്രവാദോ യാക്കോബിന് ക്ഷുദ്രവിദ്യയോ. എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ഒരു കാതി കൂടെ കയറി മറ്റേ കാതി കൂടെ ഇറങ്ങിപ്പോകരുത്. ഞാനിന്ന് വലിയ വലിയ കരിസ്മാറ്റിക്കാരെന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു അങ്കലാപ്പ്. എന്നാ അത് ഞങ്ങൾക്കെതിരെ ആരാണ്ടൊക്കെ പണിയുന്നുണ്ട്. ഞാൻ ഓർത്തുള്ളൂ, ഇത് ഈ കത്തോലിക്കരെ ആണെങ്കിലും വലിയ കരിസ്മാറ്റിക്കാരാണെങ്കിലും പറ്റിക്കാൻ എന്നെ എളുപ്പമെന്നറിയാം. ഇവിടെയും കട്ടപ്പന ഈ കോഴി ഇറച്ചി വയ്ക്കുന്ന കടയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് അവിടെ ചെല്ലുവാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഒരു 3-4 കോഴിയുടെ തല വാങ്ങിക്കുക, വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അതേക്കുറിച്ച് കുങ്കുമമൊക്കെ പുരട്ടുക. ഇപ്പം എന്നാ വലിയ ചിലവൊന്നുമില്ല. കുങ്കുമം പുരട്ടുക, എന്നിട്ട് ആ കോഴിയുടെ ചെവിക്കകത്ത് ഒരു തുളസിപ്പൂവോ ചെത്തിപ്പൂവോ എന്തെങ്കിലും കുത്തിക്കയറ്റി വെക്കുക. ആകപ്പാടെയുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ വെളുപ്പിന് ഒരു 3-4 വീട്ടുകാരെ നിങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ, കരിസ്മാറ്റിക്കാർ. എന്നിട്ട് വെളുപ്പിന് അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് പോകണം. അത്രയുള്ള കഷ്ടപ്പാട്. ആ നടവാതൊക്കെ കൊണ്ട് വെച്ചിട്ടിങ്ങ് പോരും. എങ്ങനെ ഇരിക്കും? ഇവിടെ കരിസ്മാറ്റിക്കാർ ചേർത്തി രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് ഒരു മുഴുവൻ കൊന്ത ചൊല്ലി, പിന്നെ ബൈബിള് കുറേ വായിച്ചു, പിന്നെ വേണമെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനം 3-4 പാടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുവരാൻ നേരം വെളുത്തല്ലോ. അപ്പോൾ പത്രം ഒന്നും നോക്കാം. അല്ലേ ഫ്രണ്ട് വാതിൽ തുറന്ന് പുറത്തോട്ട് വന്നപ്പം നടവാതൊക്കെ ഈ കോഴിയുടെ തലയിരിക്കുക. എങ്ങനെ ഇരിക്കും? ചെടുത്തിയുടെ ശരീരം മറക്കണമുണ്ടോണേ. ഈ കണ്ട പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് വന്നാ, അയ്യോ ഇത് കട്ടിയുള്ളത്. കോഴിത്തലയ്ക്കകത്ത് ചെയ്തത്, പൂച്ചത്തലയ്ക്കകത്ത് ചെയ്തത്, അതൊക്കെ ചില്ലറ കാര്യങ്ങളൊന്നും അല്ലോട്ടോ. പിന്നെ ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും കോഴിത്തല. കൊച്ചു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും വീണിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും തോന്നിയില്ല. കൊച്ചു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഒന്ന് കാല് തന്നെ താഴോട്ട് വീണോ കേട്ടോ. കോഴിത്തലയുടെ എഫക്റ്റ് ഉണ്ടോ? ഇന്നലെ കൊച്ചു മൂത്രം ഒഴിച്ചപ്പം വന്ന അത്രയും മൂത്രം ഇന്ന് വന്നില്ല കേട്ടോ. കോഴിത്തല. ലജ്ജയില്ലെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വിശ്വാസത്തിൽ കഴിയുന്നത്. കർത്താവ് മറുവശത്ത് നമുക്ക് തരുന്ന സന്ദേശം എന്താ? ഇസ്രായേലിന് മന്ത്രവാദമോ യാക്കോബിന് ക്ഷുദ്രവിദ്യയോ ഫലിക്കില്ല. നിങ്ങൾ ആ 1 യോഹന്നാൻ 5-ാം അധ്യായം 18-19 വചനങ്ങൾ കൂടി ചങ്കിൽ ഉറപ്പിക്കണം. 1 യോഹന്നാൻ 5:18-19. 18-ൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ഈശോയെ സ്വന്തമാക്കി ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് അവർക്കൊരു ഉപദ്രവവും വരത്തില്ല. ദുഷ്ടൻ അവരെ തൊടത്തില്ല. ദുഷ്ടൻ പിശാചിന് അവരെ തൊടാൻ പോലും പറ്റില്ല. Satan cannot even touch you. അതിനെന്ത് ചെയ്യണം? യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറണം. നമ്മൾ കർത്താവിൻ്റെ വചനമെടുത്ത് വചനം ജീവിച്ച് വിശ്വാസം ഉറപ്പിച്ച് യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറണം. അങ്ങനെയുള്ളവരെ ദുഷ്ടന് തൊടാൻ പോലും പറ്റില്ലെന്ന്. 19-ാമത്തെ വചനം പറയാണ്, ഈ ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാണ്. അതുകൊണ്ട് നല്ല കരുതലില്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ. ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നമുക്ക് ചില ആയുധങ്ങളെല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ സാത്താനെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ. പ്രിയപ്പെട്ടവർ, നമ്മളാരും സാത്താനെ പേടിക്കേണ്ട കാര്യമില്ല. സാത്താൻ നമ്മളെ പേടിച്ചോളും. എപ്പോഴാണെന്നറിയാം? നമ്മൾ നല്ല ഡ്രസ്സിങ്ങും ഒക്കെ നടത്തി ആഭരണം ഒക്കെ ഇട്ട് നടന്നെന്ന് വിചാരിച്ച് സാത്താൻ ഒരു പേടിയില്ല.
നമുക്ക് ഇഷ്ടംപോലെ ഏക്കറ് സ്വന്തമാക്കാൻ പറ്റി, വലിയ കൊട്ടാരം വെക്കാൻ പറ്റിയെങ്കിലും സാത്താൻ അതിൻ്റെ പേരിൽ പേടിയൊന്നുമില്ല. സാത്താൻ പേടിക്കുന്ന 3 കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ പേടിക്കുന്ന 3 കാര്യങ്ങൾ. 1, എളിമ. എളിമയുള്ളവരെ കണ്ടാൽ സാത്താൻ വരണ്ടോടും. 2, പ്രാർത്ഥന. നല്ല പ്രാർത്ഥനക്കാരുടെ ഇടയിൽ സാത്താൻ്റെ ഒരു പണി നടക്കില്ല. നിങ്ങൾ ആ ലൂക്ക 4 മത്തായി 4 വായിച്ചു കഴിഞ്ഞാൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിൻ്റെ അടുത്ത് സാത്താൻ വന്ന് പഠിച്ച പണി 18 നോക്കി അവന് ഒരു പ്രലോഭനത്തിൽ വീഴിക്കാൻ പറ്റുമോ? പ്രാർത്ഥനക്കാരെ കണ്ടാൽ സാത്താന് പേടിയാ. 3-ാമത്തെ കാര്യം, സാത്താൻ ഭയപ്പെടുന്ന 3-ാമത്തെ കാര്യം വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന നന്നായിട്ട് അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ സാത്താൻ കണ്ടാൽ 100 വിടും. ഇതൊക്കെ ചെയ്യേണ്ട കത്തോലിക്കരായി നമ്മൾ ഇന്ന് അന്ധവിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, സാത്താനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിതാപകരം. ഇവിടെയല്ല വിശുദ്ധർ ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എളിമയെക്കുറിച്ച്. കേട്ടിട്ടുണ്ടോ? ഞാൻ ആ ഒരു പുസ്തകം എഴുതി, വീഴും മുമ്പ് വിനീതനാവുക. അതിനകത്ത് കംപ്ലീറ്റ് അഹങ്കാരം, എളിമ, അതുമായി ബന്ധപ്പെട്ട ദൈവവചനങ്ങൾ എല്ലാം തന്നെ അതിനകത്തുണ്ട്. സഭ പഠിപ്പിക്കുന്ന കാര്യം, വിശുദ്ധർ അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധർ ഒരുപോലെ പറയുന്നൊരു കാര്യം, എളിമ മനുഷ്യനെ മാലാഖയാക്കി മാറ്റും. ഇതിന് നമ്മൾ വെള്ള ഡ്രസ്സ് ഇടണമെന്നൊന്നുമില്ലെന്നേ. ഇതിന് നമ്മൾ ഒരുപാട് കൊന്തയും ബന്ധിക്കോ ധരിക്കണമെന്നൊന്നുമില്ല. എളിമ ധരിച്ചാൽ, വിനയമുള്ളവരാണെങ്കിൽ എളിമ നമ്മെ മാലാഖയാക്കി മാറ്റും. അഹങ്കാരം ചെയ്യുന്നോ? കേട്ടിട്ട് നിങ്ങൾ വേണം ചെയ്തു, അഹങ്കരിച്ചു. അഹങ്കാരം ചെയ്യുന്നത്, അഹങ്കാരം മാലാഖയെ പോലും പിശാചാക്കി മാറ്റും. അതിന് ഒരു തെളിവുണ്ട് കേട്ടോ. നിങ്ങൾ ആ യെശയ്യാ 14 എടുത്താണ്. യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെ വായിച്ചാൽ, ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ താഴേക്ക് വീണു എന്ന് പറഞ്ഞാൽ, അപ്പ് ഇൻ ദ സ്കൈ, മുകളിലായിരുന്ന ഒരു ഐറ്റം ഇപ്പാണ്ട് തറയെ കിടക്കുന്നു. മാലാഖമാർക്ക് പോലും വീഴ്ച വരാം കേട്ടോ. മാലാഖമാര് പോലും പാപത്തിൽ വീഴാം. മാലാഖമാർക്കുണ്ടാകുന്ന പാപം നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന ഒരാളെ കാണുമ്പോഴേ ജഡിക ചിന്ത വരിക, അതല്ല. അഹങ്കാരം. അഹങ്കാരം ഒരുപക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിട്ടായിരിക്കാം ഇന്ന് ചിലർക്ക് എവിടെ ഇരുന്നാലും. ഒരു പങ്കുച്ചു പറഞ്ഞ, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം അച്ഛാ, ഞാൻ ചെയ്ത ഒരു കാര്യം, ഒരു ചെറുക്കനുമായിട്ട് ഞങ്ങൾ പ്രേമത്തിലായിരുന്നു. ആ സമയത്ത് ഒരു കുരിശുപള്ളിക്കകത്തിരുന്ന്, കുരിശുപള്ളി തുറന്നു കിടക്കുമായിരുന്നു, വേറെ ആരുമില്ലായിരുന്നു. ഞങ്ങൾ ലൈംഗിക സുഖം ആസ്വദിച്ചു. വേറെ ഒരു സ്ഥലവും കണ്ടില്ലോട്ടോ, കുരിശുപള്ളിക്കകത്ത്. അപ്പം ഇപ്പം അവർക്കൊരു കുറ്റവാദമാണ്. അതുകൊണ്ടാണോ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ട, ഈ നമുക്ക് ശരീരവും രക്തവും ഉള്ളിടത്തോളം കാലം ലൈംഗിക ചിന്തകൾ വരിക എന്നുള്ളതോ അത് ഓക്കെയാണ്. പക്ഷേ ഇന്ന് ചിലർക്ക്, ഒരുത്തം പറഞ്ഞു, ഞാൻ പള്ളി പോകാറില്ല അച്ഛാ. ഈ അതിനാ ബിഹാരി അച്ഛൻ വിലക്കോലം ചെയ്തു. അതൊന്നുമല്ല, ഞാനവിടെ ചെല്ലുമ്പോൾ പള്ളിക്കകത്ത് മാതാവിൻ്റെ രൂപവും കൊച്ചു ത്രേസ്യയുടെ രൂപവും അൽഫോൻസാമ്മയുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ ലൈംഗിക ചിന്ത വരുവാണ്. അവിടെ തമ്പുരാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്, അല്ലെ തടി കൊണ്ട്. ഇവനറിയാം ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന്. എന്നിട്ടും അത് കാണുമ്പോൾ പ്രലോഭനം വരിക. പിള്ളേർ മോശമൊന്നുമല്ല. ഒരു യുവതി പറഞ്ഞ, ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മറ കണ്ടുപിടിച്ച് അതിൻ്റെ പുറകിലേ നിൽക്കുള്ളൂ. തൂണുണ്ട്, തൂണിൻ്റെ പുറകിൽ. അതിനെന്ന് ചോദിച്ചപ്പോഴാണ് സാധാരണ എല്ലാവർക്കും ദേഷ്യ, തൂണ് കാരണം ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കാര്യം കുർബാന നടക്കുകയാണെങ്കിലും ആ പള്ളിക്കകത്ത് കുർബാനയ്ക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരും കാണുമ്പോൾ എനിക്ക് വേണ്ടാത്ത ചിന്ത. അത് പിന്നെയും പോട്ടെ, കുർബാന അർപ്പിക്കുന്ന അച്ഛനെ കണ്ടാലും തോന്നും, ഒരാരും കണ്ടില്ല. ഇതൊക്കെ നോർമലാണെന്ന് പറയാൻ പറ്റും. അല്ല, നമുക്ക് ഇത് ലൈംഗിക ചിന്ത വരിക എന്നുള്ളത് ഓക്കെ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജഡികത, ഇതല്ല മാലാഖമാർക്ക് പറ്റുന്നത്. മാലാഖമാരെ പാപത്തിൽ വീഴിക്കുന്നത് അഹങ്കാരം. അഹങ്കാരം. 2 പത്രോസ് 2:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ പോലും ദൈവം വെറുതെ വിട്ടില്ല. അപ്പൊ ദൂതന്മാർക്കും മാലാഖമാർക്കും തെറ്റുപറ്റാം,
മാലാഖമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു. മാലാഖമാരെന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടി. ദൈവത്തിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ദൈവം ആജ്ഞാപിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റെടുത്ത് നിറവേറ്റാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് മാലാഖമാർ. ഇവിടെ നോക്കി, മുകളിൽ പ്രധാന മാലാഖയായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലൂസിഫർ. അതാണ് ഈ പ്രഭാത നക്ഷത്രം, വെട്ടി താഴേക്ക് വലിച്ചെറിയപ്പെട്ട പ്രഭാത നക്ഷത്രം. നക്ഷത്രം എന്താ ചിന്തിച്ചേ? ലൂസിഫർ എന്താ ചിന്തിച്ചേ? ഞാനിതിനിങ്ങനെ ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കഴിയുക, ഞാനങ്ങ് പോയിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കാൻ പോവാം. എന്നിട്ട് നിങ്ങൾ ആ വചനഭാഗം വായിച്ച യെശയ്യാ 14:12 മുതൽ 14 വരെ വായിച്ച എത്ര പ്രാവശ്യം അവിടെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയോ? ഞാൻ എൻ്റെ രാജ്യം, ഞാൻ ഇത് ചെയ്യും, അങ്ങനെ ഞാൻ എൻ്റെ ഒരു 5-6 പ്രാവശ്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ചെറിയ വചനഭാഗത്ത്. ചിലരുടെ ജീവിതത്തിൽ അവർ വാ തുറന്നാൽ ഞാനായിട്ടുണ്ടാക്കിയത്, ഞാനായിട്ട് സമ്പാദിച്ചത്, ഇങ്ങനെ ഞാൻ എൻ്റെ ഈ പദം ഒരുപാട് ഉപയോഗിക്കുന്നവര് അപകടത്തിലാണ്. നമ്മളെക്കാളൊക്കെ സാമർത്ഥ്യം ഉണ്ടായിരുന്ന, നമ്മളെക്കാളൊക്കെ ഒരുപാട് നേട്ടം ഉണ്ടാക്കിയ വ്യക്തിയാണ് പൗലോസ്ലീഹ. 1 കൊറിന്തോസ് 15:10 നമ്മൾ വായിക്കുന്നത് എന്താ? 1 കൊറിന്തോസ് 15:10, ഞാൻ എന്തായിരിക്കുന്നോ ദൈവത്തിൻ്റെ കൃപയാൽ. നമുക്ക് അധ്വാനിക്കാനും നമുക്ക് സമ്പത്തുണ്ടാക്കാനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കഴിവുകൊണ്ടാണോ? ഞാൻ കരുത്താസ് ആശുപത്രിയിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങ് വരുന്ന വഴിക്ക് ആ വരാന്തേ വെച്ച ഒരാൾ, കാര്യച്ചനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അച്ഛൻ എന്നെ ഇവിടെ വന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന. അച്ഛാ പ്ലീസ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ കിടപ്പുണ്ട്, ഒരു പെങ്കൊച്ച്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക, അവൾക്ക് ക്യാൻസറാണ്. ആ കോമ്പൗണ്ടിൽ തന്നെ. ഞാൻ പറഞ്ഞു അതിനെന്നെ കുഴപ്പം, വാ. പുള്ളിയുടെ കൂടെ പോയി ഒരു മുറിയിൽ ചെന്ന് ഞാൻ വ്ളോഗൊക്കെ ഇട്ടിരിക്കുന്നതല്ലേ, കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിങ്ങനെ എഴുന്നേക്കാൻ നോക്കുന്നുള്ളൂ, വലിയ പാടാം. ഞാൻ പറഞ്ഞു മോളെ എഴുന്നേക്കണ്ട. അല്ല അവർ ഹെൽപ്പ് ചെയ്താൽ എനിക്കൊന്ന് ചാരി ഇരിക്കാം. ഇത് കഴിഞ്ഞാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. PSC നഴ്സിംഗ് കഴിഞ്ഞൊരു പെങ്കൊച്ചാണ്. അവളുടെ ബാച്ചിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. പഠിത്തത്തിന് മാത്രമല്ല, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം, അവളെ ഏൽപ്പിച്ചാൽ മതി, മനോഹരമായിട്ട് അത് ചെയ്തിരിക്കും. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പെങ്കൊച്ച്. എനിക്ക് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞ് അവളെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെയാണെങ്കിലും മനസ്സിൽ ഒത്തിരി വിഷമം തോന്നും. കാരണം അവൾ അന്നത്തെ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ ഹെയറെല്ലാം പോകും, തല ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുക, അവളുടെ മുടിയെല്ലാം പോയി. അവളെ കല്യാണാലോചനയൊക്കെ തുടങ്ങിയതാണ്. ആ സമയത്ത് എന്തോ ഒരു അവസ്ഥ വന്നിട്ട് അവർക്കൊരു പ്രയാസം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോൾ അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ അവർക്കൊരു സംശയം വന്നിട്ട് ഫർദർ ചെക്കപ്പ്, മറ്റ് പല ചെക്കപ്പ് നടത്തി. പാനൽ ഓഫ് ഡോക്ടേഴ്സ് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫേം ചെയ്തു അവൾക്ക് ക്യാൻസറാണ്. ഒരു ക്യാൻസർ രോഗിയുടെ മകൻ UK അവൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ എൻ്റെ അപ്പന് ക്യാൻസറാണ്, ഇതിനോടകം 65 ലക്ഷം രൂപയെങ്കിലും ഞാൻ അപ്പന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് മുടക്കി. ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് അഫോർഡ് ചെയ്യാം. അപ്പം മരിച്ചിട്ടുമില്ല, ക്യാൻസർ മാറിയിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ പിടിപെടാൻ എന്നാ നേരം വേണം? ഇത് മനസ്സിലാക്കാത്തവർക്കല്ലേ അഹങ്കരിക്കാൻ പറ്റുള്ളൂ. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണെന്ന് കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പറയുണ്ട്. മാലാഖയെ പോലും പിശാചാക്കുന്നതാണ് അഹങ്കാരം. ഒരിക്കലും നമ്മൾ അതിന് നിന്നു കൊടുക്കരുത്. പ്രാർത്ഥിക്കുമ്പോഴാണേലും പ്രാർത്ഥന ഷാർപ്പാകണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എളിമയാണ്. പ്രഭാഷകൻ 35 21 വചനം എടുത്താൽ, പ്രഭാഷകൻ 35:21 പറഞ്ഞിരിക്കുന്നത്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. ആരുടെ പ്രാർത്ഥനയാ? വിനീതന്റെ പ്രാർത്ഥന, എളിയവന്റെ പ്രാർത്ഥന. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ദൈവത്താൽ ഉയർത്തപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളിമയോടെ ജീവിക്കുക. എളിമപ്പെട്ടാൽ മതി. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അഹങ്കാരിയുടെ പ്രാർത്ഥനയോ അതിവിടെ കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ. മുകളിലോട്ട് സ്വർഗത്തിലേക്ക് പോയെന്ന് വരില്ല, ഫലം കണ്ടെന്ന് വരില്ല. ഫലമുണ്ടാകണമെങ്കിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളിമ, പ്രാർത്ഥന സാത്താൻ ഭയപ്പെടുന്ന കാര്യങ്ങളാണ്.